गुलाम नबी आजाद से पूछो, इधर कभी आया? हम वोट देने नहीं जाएंगे, हम वोट का बाइकाट करेंगे, वोट से कोई फायदा नहीं है. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി ബി.ജെ.പി. പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ വളർച്ചയിൽ എക്കാലത്തെ നാഴികക്കല്ലായിരുന്ന അയോധ്യയിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും പാർട്ടിക്കെതിരെ. കോൺഗ്രസിന്റെ സിറ്റിംഗ് എം.പി. നിർമ്മൽ ഖത്രിയും സമാജ്വാദിയുടെ മിത്രസെൻ യാദവും പോരാടുന്ന മണ്ഡലത്തിൽ ബഹുദൂരം പിന്നിലാണ് ബി.ജെ.പിയുടെ ലല്ലു സിംഗ്. അയോധ്യക്ക് പുറത്ത് രാമക്ഷേത്ര തർക്കം ബി.ജെ.പിയെ സഹായിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രനഗരിയിലെ ഇരുവിഭാഗം ജനങ്ങളും സൌഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത്. ഈ തർക്കം ഇന്ത്യക്ക് ഗുണം ചെയ്തില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നവരിൽ പ്രധാനിയാണ് താൽക്കാലിക ക്ഷേത്രത്തിലെ പൂജാരി महंत सत्यनारायण दास. लेकिन राम जन्मभूमि का जो विवाद था, जो यहाँ के हिंदू मुसलमान की एक प्रकार से समरसता थी, आपस में भाईचारा था, उसमें भी दरार उत्पन्न किया. അയോധ്യയിലെ ജനങ്ങൾ ബി.ജെ.പിയെ വെറുക്കുന്നവരാണെന്ന് महंत യുഗൽ കിഷോർ ശരൺ ശാസ്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഈ തർക്കം ഒരിക്കലും രാജ്യത്തിന് ഗുണം ചെയ്തില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഒരു കാലത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുതിർന്ന നേതാവായിരുന്ന ശാസ്ത്രി ഇന്ന് രാജ്യത്ത് മതസൌഹാർദ്ദം വളർത്താൻ അയോധ്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ സംരംഭത്തിന്റെ അമരക്കാരനാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം മോദി തരംഗത്തിനിടയിൽ പോലും ബി.ജെ.പിയുടെ വഴിയെ സഞ്ചരിക്കാൻ ഭയക്കുന്നതാണ് ഇവിടത്തെ കാഴ്ച. ക്യാമറമാൻ സുരേഷ് ഇരമ്പനത്തിനൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.